വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ എല്ലാ ദിവസവും ഓതുന്നവരാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അള്ളാഹു നമ്മുടെ ഖുർആൻ പാരായണത്തെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഫാത്തിഹ, അങ്ങനെ ഒരുപാട് സൂറത്ത് ഓതാറുണ്ട്. എന്നാൽ ഈ ഓതുന്ന സൂറത്തിൽ പലതിൻ്റെയും പ്രതിഫലം എന്താണെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായി ഓതാറുള്ള സൂറത്തുൽ മുൽക്കിൻ്റെ നമ്മൾ അറിയാത്ത ഒരുപാട് നേട്ടങ്ങൾ, പ്രതിഫലങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് വിശദമായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ഒരു പഠന ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. മരണപ്പെട്ടവർക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്കും ആരാണോ അവനിൽ നിന്ന് മരണപ്പെട്ടത് അവർക്കും അള്ളാഹു കൊടുക്കുന്ന അത്ഭുതകരമായ ഒരു പ്രതിഫലമുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ഈ സൂറത്തുൽ മുൽക്ക് എങ്ങനെയാണ് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, വിശാലമായ ഒരു ചർച്ച ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഒരാള് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ഒരു ദിക്ർ പറയൽ പ്രത്യേകം സുന്നത്താണ്. ഒരു ദിക്ർ ഇൻഷാ അള്ളാഹ് ഇന്ന് പഠിപ്പിച്ചു തരാം. സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ അത് ഓതിക്കഴിഞ്ഞ്, സൂറത്ത് ഓതിക്കഴിഞ്ഞ് ഈ ദിക്ർ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഏതാണ് ആ ദിക്ർ? ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് രോഗികളായി കഴിയുന്നു. പ്രശ്നത്തിലകപ്പെട്ടവർ, പ്രയാസത്തിൽ അകപ്പെട്ടവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ കഷ്ടപ്പെടുന്നവർ, അങ്ങനെ വീടില്ലാത്തവർ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് കടന്നു പോകുന്നത്. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത കമൻ്റ് എഴുതുന്ന ഒരുപാട് പേര് പ്രയാസത്തിലാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും എല്ലാവിധ ഖൈറും സലാമത്തും ജീവിതത്തിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ ഓതാറുള്ളവരാണ്. ഖുർആനിൽ യാസീൻ ഓതാറുണ്ട്, അതുപോലെ സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ട്, വാഖിയ ഓതാറുണ്ട്. അങ്ങനെ പല പല സൂറത്തുകൾ നമുക്ക് കാണാതെ അറിയാം, നമ്മളൊക്കെ ഓതാറുള്ളവരാണ്. നമ്മൾ ഓരോ ദിവസവും ഓതുന്ന ഈ സൂറത്തുകൾ അതിൻ്റെ ശ്രേഷ്ഠത പലപ്പോഴും നമുക്കറിയില്ല. യാസീൻ ഓതിയാൽ കൂലി ഉണ്ടെന്നറിയാം, അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ ഓതിയാൽ കൂലി കുറെ കിട്ടും, കൂലി എന്തൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഓതുകയാണ്. പക്ഷെ പല ആളുകൾക്കും ഓതുന്ന സൂറത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്നറിയില്ല. നമ്മളൊരു സൂറത്ത് ഓതുമ്പോൾ ആ സൂറത്തിന് ഇന്നാലിന്ന പ്രതിഫലമുണ്ട്, ഈ സൂറത്ത് ഇപ്പോൾ ഓതിയാൽ ഈ പ്രതിഫലമാണ്, ആ സമയത്ത് ഓതിയാൽ ആ പ്രതിഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഓരോ സൂറത്തും ഓതുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കൂലി അള്ളാഹു നമുക്ക് തരും. നമുക്ക് ഓതാനും ഒരു താല്പര്യമുണ്ടാകും. നമുക്ക് ഓതുന്ന സമയത്തൊരു ഇഖ്ലാസോടുകൂടി ഓതാനുള്ള തൗഫീഖും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും സ്ഥിരമായി ഓതാറുള്ള, ഓതേണ്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്. അത് എല്ലാവരും ഓതുന്നവരാണ്. എന്നാൽ ഈ ഓതുന്ന നമ്മളിൽ പല ആളുകൾക്കും അറിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുൽ മുൽക്കിലുണ്ട്, സൂറത്തു തബാറക്കയിലുണ്ട്. സൂറത്തു തബാറക്ക ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചുരുക്കി പറയുന്നത്. വിശുദ്ധമായ ഖുർആനിലെ 67-ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതായത് 29-ാമത്തെ ജുസ് അല്ലെ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് തബാറക്ക 29-ാമത്തെ ജുസിലെ ആദ്യത്തെ സൂറത്താണ്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. 30 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, അല്ലെങ്കിൽ സൂറത്തു തബാറക്ക, സൂറത്തുൽ മാനിയ എന്നൊക്കെ പല പല പേരുകളിൽ ഈ സൂറത്ത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ചോദിച്ചാൽ എല്ലാവരും പറയും, ഉസ്താദേ ഈ സൂറത്ത് ഓതിയ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് രക്ഷ കിട്ടുമെന്ന് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ നമ്മളെ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുമുണ്ട്. അതല്ലാതെ ഒരുപാട് കൂലിയുണ്ട് സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, ഒരുപാട് പ്രതിഫലമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാട് പറഞ്ഞതിൽ ആദ്യം റസൂൽ പറഞ്ഞത് ഹിയ മാനിഅത്തും മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടുമെന്നാണ്. നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടിയാൽ തന്നെ പിന്നെ രക്ഷപ്പെട്ടില്ലേ. അതായത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ, ഇസ്ലാമിൻ്റെ 3-ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയുമ്പോൾ മഹാനവറുകളുടെ ഈ കണ്ണിൻ്റെ ഭാഗത്ത്, ഈ കണ്ണിൻ്റെ താഴെ ഈ ഭാഗത്ത് എന്തോ കറുത്ത 2 വരകൾ ഉണ്ടായിരുന്നു എന്നാണ്. അത് ഉറക്കം നിന്നിട്ടല്ല,
ഉറക്കം നിന്നിട്ടുള്ള കറുത്ത വരയല്ല, ഇങ്ങനെ 2 കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. 2 പാടുകളുണ്ട്, കറുത്ത പാടുകൾ. എന്താണ്? മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ കരയും. ദുആ എപ്പോൾ ദുആ ചെയ്താൽ അപ്പം ഇങ്ങനെ കരയും. അതുപോലെ തന്നെ ഖബർ കാണുമ്പോൾ അപ്പം കരച്ചില്ല. ഇങ്ങനെ കരഞ്ഞാണ് മഹാനവറുകളുടെ ആ കണ്ണീരിങ്ങനെ വീണ സ്ഥലം ഇങ്ങനെ കറുത്ത പാടായി കിടക്കുന്നു. അപ്പോൾ എത്രമാത്രം കരയണം! അങ്ങനെ ആ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ആ ഒരു കളറ് വരാൻ എത്രമാത്രം മഹാനവറുകൾ കരഞ്ഞിട്ടുണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞത് കുറവാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ദുആ ചെയ്യുമ്പോൾ കരയുക എന്ന് പറഞ്ഞാൽ അതൊരു ഫദ്ലാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വന്നാൽ ഉറപ്പിച്ചോ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു താല കരഞ്ഞിട്ട് ദുആരക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നബി തങ്ങളുടെ ഹദീസിലുണ്ട്, നിങ്ങൾ ദുആരക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ കരയുക. കരയാൻ പറ്റിയില്ലെങ്കിൽ കരയുന്നത് പോലെ ഒന്ന് അഭിനയിക്കുക. പഠിച്ചോനെ പറ്റിപ്പോയി അല്ലാ, അങ്ങനെ കരയുന്നത് പോലെ അഭിനയിക്കുക എങ്കിലും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ കരയും. അപ്പോൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയണേ? കാരണം നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് അള്ളാഹിൻ്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന്, ഉസ്മാനും ഫിൽ ജന്ന എന്ന് അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, പിന്നെന്തിനാ കരയണേ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ഫഇൻ നജാ മിൻഹു സ്വാഹിബുഹു. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ, ആഖിറത്തിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വീടാണ് ഖബർ. ആ ഖബറിൽ ഫഇൻ നജാ മിൻ, ആ ഖബറിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അവൻ ബാക്കിയുള്ള എല്ലാ, അതായത് ഖബർ കഴിഞ്ഞ് മഹ്ശറുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, എല്ലാത്തിലും രക്ഷപ്പെട്ടു. ഇനിയോ അവിടെ രക്ഷപ്പെട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻ, ആ ഖബർ രക്ഷപ്പെട്ടില്ല, കുടുങ്ങിപ്പോയെങ്കിൽ അതിനുശേഷമുള്ള എല്ലാം അവനിക്ക് ഇടുക്കമായിരിക്കും, പ്രയാസമായിരിക്കും. അപ്പം ഖബറിൽ രക്ഷപ്പെടണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക. അല്ലാഹു തആല ഇത് ഇനി നിത്യമായി പാരായണം ചെയ്യാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എപ്പോഴും നമ്മൾ ദുആ രക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തേത് ഖബറിൻ്റെ അദാബിനെ തൊട്ടുള്ള രക്ഷയാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ ഒരു അറബി മാസത്തിൻ്റെ തുടക്കത്തിൽ, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അവൻ എന്ത് ചെയ്തു? ഈ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ മുൽക്കിൽ 30 ആയത്താണ്. ഈ 30 ആയത്തും ആ മാസത്തിലെ 30 ദിവസത്തിൻ്റെ പകരമായി, അതായത് 30 ആയത്തുകൾ 30 ദിവസവും പോയി നിന്നിട്ട് അവനിക്ക് ഓരോ ദിവസവും അവൻ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. 30 ആയത്താണുള്ളത്. ഒരു മാസം ഏകദേശം 30 ദിവസമൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും, കൂടിയിട്ടുണ്ടാകും. എന്നാൽ ഏകദേശം 30 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ആ 30 ദിവസത്തേക്കുള്ള വലിയ കാവലാണ് അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വലിയ ഒരു പരിചയമാണ് ഈ സൂറത്തുൽ മുൽക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. പിന്നെയോ വീണ്ടും പറയുന്നു, ഒരു മനുഷ്യൻ രാത്രിയിൽ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, രാത്രിയിൽ ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ അല്ലാഹു തടയുമെന്നാണ്. അതുകൊണ്ട് മുഅ്മിനായ എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, നമ്മൾ മനസ്സിലാക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഒരു 7 ദിവസം നമ്മൾ തുടർച്ചയായി ഇശാ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് ശേഷമോ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് 7 ദിവസം തുടർച്ചയായിട്ട് വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്തുൽ മുൽക്ക് ഓതി നോക്കിൻ, നല്ല നിയ്യത്തോടു കൂടി ഓതി നോക്കിൻ. അപ്പോൾ എന്തുണ്ടാകും? അത്ഭുതങ്ങൾ ഉണ്ടാകും. എന്താണ്? നമ്മുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ പടച്ച തമ്പുരാൻ മാറ്റിത്തരുന്നതാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഓതാതെ അല്ലാഹുവിൻ്റെ റസൂല് ഉറങ്ങാറില്ലായിരുന്നു. നബി തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു. പിന്നെയോ ഈ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഒരുപാട് പ്രതിഫലങ്ങൾ നബി തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നി ലഅജിദു ഫീ കിതാബില്ലാഹി സൂറ, വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, വഹിയ 30 ആയ, 30 ആയത്തുള്ള ഒരു സൂറത്താണ്. മൻ ഖറഅഹാ ഇൻദ നൗമിഹി, ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ്, അവൻ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ കുതിബ ലഹു 30 ഹസനാ, 30 നന്മകൾ പടച്ച തമ്പുരാൻ അവനിക്ക് വേണ്ടി എഴുതി വെക്കുന്നതാണ്. 30 ആയത്താണല്ലോ ഉള്ളത്. അപ്പൊ 30 നന്മകൾ അല്ലാഹു തആല അവനിക്ക് വേണ്ടി എഴുതി വെക്കുന്നതാണ്. തീർന്നോ? ഇല്ല. വമുഹിയ അൻഹു 30 സയ്യിആ, അല്ലാഹു തആല അവനിൽ നിന്നും 30 തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നതാണ്.
അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ചെയ്ത ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, പിഴവുകളൊക്കെ ഉണ്ട്. അള്ളാഹുവെ പടച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ട് തരണേ അള്ളാഹുവെ പടച്ചവനെ ആ പാപങ്ങൾ പൊറുക്കാൻ, തെറ്റുകൾ പൊറുക്കാൻ 30 തിന്മകൾ അള്ളാഹു താല പുറത്തു തരാൻ ഈ സൂറത്തുൽ മുൽക്ക് കാരണമാണ്. എപ്പോ? ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ഓതിയാൽ. 30 പദവികൾ അല്ലാഹു തആല ഉയർത്തി. ഈ 30 പദവി എന്നാ നബി തങ്ങൾ പറഞ്ഞു. അത് സ്വർഗത്തിലാവാം, ചിലപ്പോൾ ദുന്യാവിലാവാം, സ്വർഗത്തിലാവാം, ദുന്യാവിലാവാം. അതുകൊണ്ട് 30 പദവികൾ അല്ലാഹു തആല ഉയർത്തി തരുമെന്നാണ്. വീണ്ടും നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യബ്അസു ഇലൈഹി മലകാ, ഇന്നല്ലാഹ യബ്അസു ഇലൈഹി മലകം മിനൽ മലായിക. അല്ലാഹുവിൻ്റെ കോടാനുകോടി വരുന്ന മലക്കുകളിൽ നിന്നും ഒരു മലക്കിനെ അല്ലാഹു തആല അയക്കുന്നതാണ്. എന്തിന്? ലിയബ്സുത ലഹു ജനാഹഹു. ആ മലക്ക് വന്നിട്ട് ആ മലക്കിൻ്റെ എത്രമാത്രം ചിറകുകളുണ്ടോ ആ ചിറക് ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നതാണ്. മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. എന്നിട്ടോ യഹ്ഫളുഹു മിൻ കുല്ലി സൂ, എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, കടം, അതുപോലെ മറ്റ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ, എല്ലാത്തിൽ നിന്നുമുള്ള കാവൽ. ഇത് ഹദീസാണ് കേട്ടോ, വെറുതെ ഞാൻ വായിട്ടലക്കുന്നതല്ല. വയഹ്ഫളുഹു മിൻ കുല്ലി സൂ, എല്ലാ സൂ ആയ മോശത്തരം, അല്ലോ പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇതെങ്ങനെയാ മാറുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിൽ നിന്നുള്ള കാവലാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, വഹിയ മുജാദിലത്തുൻ തുജാദിലു അനിൽ ഖബ്രി അൻ സ്വാഹിബിഹാ. ഈ സൂറത്ത് ഇത് ഓതിയവന് വേണ്ടി ഖബറിൽ എന്ത് ചെയ്യും? ഖബറിലെ മലക്കുകളോട് തർക്കിക്കുമെന്നാണ്. മലക്കുകളോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എന്നിട്ട് പറയും വഹിയ സൂറത്തുൽ മുൽക്ക്, അത് സൂറത്തുൽ മുൽക്കാണ്. മലക്കുകളോട് തർക്കിക്കും. അതായത് ഇത് നിത്യമായി ഓതിയ ഒരു മനുഷ്യൻ, അയാളിങ്ങനെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന സമയത്ത്, ഖബറിൽ ഇയാളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാൾ ചെയ്തു പോയ എന്തെങ്കിലും അബദ്ധത്തിൻ്റെ പേരിൽ ഇയാളുടെ തലഭാഗത്തിലൂടെ ഒരു അദാബ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് അവിടെ ചെന്നിട്ട് പറയും, ഇതിലെ കൂടി ഇറങ്ങാൻ പറ്റില്ല, ഈ തലഭാഗത്തിലൂടെ ഈ ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ഇവൻ എന്നെ ഓതിയവനാണ്. അപ്പോൾ ആ ശിക്ഷ എന്ത് ചെയ്യും? അവൻ്റെ വയറിൻ്റെ ഭാഗത്തുകൂടി താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് വന്ന് പറയും, പറ്റില്ല, ഇവിടെയും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവൻ എന്നെ ഓതിയവനാണ്. അങ്ങനെ ആ അദാബ്, ആ ശിക്ഷ പോയി അവൻ്റെ കാലിൻ്റെ ഭാഗത്തിലൂടെ ഇറങ്ങാൻ പോകുമ്പോൾ അവിടെയും ഈ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് പറയും, പറ്റില്ല, ഇവൻ എന്നെ ഓതിയവനാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? മുഞ്ചിയ, നമ്മുടെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നതാണ്. അത് മലക്കുകളോട്, ഖബറിൻ്റെ അദാബിനോട്, മലക്കുകളോടും ഒക്കെ ഇത് തർക്കിക്കുന്നൊരു സൂറത്താണ്. ഇത് ഓതിയവന് വേണ്ടി, അൻ സ്വാഹിബിഹ, അത് ഓതിയവന് വേണ്ടി തർക്കിക്കുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, സൂറത്തു തബാറക. അതുകൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി അള്ളാഹു നൽകുന്ന ഈ സൂറത്ത് ഓതാൻ നമ്മൾ മറന്നു പോവരുത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂറത്തുൽ മുൽക്ക് വിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ളൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. അത് ഓതുന്നവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അത് സന്നദ്ധമായതാണ്. പാപങ്ങൾ പുറത്തു കിട്ടാൻ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാൻ കരുതിയിട്ടുണ്ട് എങ്കിൽ അത് സൂറത്തുൽ മുൽക്കായിക്കൊള്ളട്ടെ, കാരണം പാപങ്ങൾ പൊറുപ്പിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു സൂറത്തില്ലെന്നാണ്. വീണ്ടും പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇത് ഓതിയ ഒരാളുടെ പാപങ്ങൾ, തെറ്റുകൾ പുറത്ത് കൊടുക്കുന്നതുവരെ ഈ സൂറത്ത് അവനക്ക് വേണ്ടി ഇങ്ങനെ ശഫാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മലക്കുകളോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ശിക്ഷയോട്, അള്ളാഹുവിൻ്റെ അദാബിനോട് തർക്കിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുൽക്ക് നമുക്ക് ജീവിതത്തിൽ കിട്ടിയാൽ, അത് മുറുകെ പിടിക്കാൻ പറ്റിയാൽ, അതിനേക്കാൾ വലിയൊരു ആയുധം നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടില്ല. വീണ്ടും ഹദീസിൽ കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ്. അതെന്താണ്? ഖുർആനിൻ്റെ 3-ൽ 1 ഒരു പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ, ഖുർആനിൻ്റെ 3 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയാണ്. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്മ് തീർത്തവനെ പോലെ, അതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ്. സൂറത്തുൽ മുൽക്കിൻ്റെ ശ്രേഷ്ഠത പറയുന്നത്, സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ആ സൂറത്തുൽ മുൽക്ക് ആ ഓതിയവനെ പുറകിൽ നിന്നും തള്ളും, സ്വർഗത്തിലേക്ക് തള്ളി കൊണ്ടുപോകുമെന്നാണ്.
ഇതൊക്കെ ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മറ്റ് സ്വഹാബിമാർ, മറ്റ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ സൂറത്തുൽ മുൽക്കിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മറന്നു പോവാതെ എല്ലാ ദിവസവും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ സൂറത്തുൽ മുൽക്ക് ഓതി. എന്തിനു വേണ്ടിയാണ് ഓതിയത്? മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി ഓതി. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അത് ഈ ഓതിയവനും ആർക്കു വേണ്ടിയാണോ ഓതപ്പെട്ടത് അവർക്കും അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം തരും, അവരുടെ പാപങ്ങൾ പൊറുത്തപ്പെട്ടു കൊടുക്കുമെന്നാണ്. മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹദിയകളിൽ ഒന്നാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ദുആ ഇറക്കുക. സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ യാസീൻ ഓതാറുണ്ട്, മരണപ്പെട്ട ഉമ്മാക്ക് വാപ്പാക്കൊക്കെ വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിനൊക്കെ വേണ്ടി നമുക്ക് ഓതാം, സൂറത്ത് യാസീൻ ഓതാം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തീനൊക്കെ നമ്മൾ ഓതാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൂറത്തുൽ മുൽക്കും നമ്മൾ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അതും മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഒരാൾ മരണപ്പെട്ടിട്ട് അയാളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ, അയാൾ മരണപ്പെട്ടു, ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് 40 പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടണമെന്ന് മനസ്സിൽ കരുതി നമ്മൾ ഓതിയിട്ട് ദുആ ചെയ്താൽ അയാളെ അല്ലാഹു തആല ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തും എന്നൊക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ മുൽക്ക് നമ്മൾ 30 ആയത്തും ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് എന്നും ഒക്കെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്, നമ്മളെല്ലാവരും നിത്യമായി ഓതുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് ശ്രേഷ്ഠതകളാണ്, പ്രതിഫലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിനെ മുറുകെ പിടിച്ചിട്ട് ജീവിതാവസാനം വരെ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.